പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മത്തി ഇതുപോലെ നിങ്ങളൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറച്ച് മത്തി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മത്തി ഞാൻ എടുക്കത്തില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് 1 കിലോ മത്തിയുണ്ട്, ഇത്രയും വേണ്ട, ഞാനൊരു 7 മത്തിയോളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മുളകൊക്കെ പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഉപ്പും മുളകും എല്ലാം എരിവും എല്ലാം ഈ മീനിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. ഈ സമയം നമുക്ക് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറി ലീഫും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മത്തി എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 7 മത്തിയോളം ഇവിടെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. മത്തി ഇതുപോലെ ഒന്ന് പറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മത്തി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. നല്ലതുപോലെ മത്തി മൊരിഞ്ഞ് കിട്ടണം. ഒരു വശം മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തു. ഇനി ആ വശവും കൂടെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ 2 വശവും മത്തി നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തെടുത്താൽ. അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിക്കുന്നവരുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് അടിപൊളി എന്നൊക്കെ ഞാനല്ലേ കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മത്തി വറുത്ത് കോരി മാറ്റി. ഇനി അതേ പാനിലേക്ക് നമുക്ക് എരിവിനാവശ്യമുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 8-9 മുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5 അല്ലി വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത്, അതുപോലെ തന്നെ ഒരു 7-8 അല്ലി ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് മുളകൊന്ന് മൂത്തതിന് ശേഷമാണ് ഞാനിതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം പച്ചമണമെല്ലാം മാറി മൂത്ത് വന്നപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതെല്ലാം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ആദ്യം മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മത്തി നല്ല മൊരിഞ്ഞ മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുള്ളൊന്നും മാറ്റുന്നില്ല കേട്ടോ. മത്തിയൊക്കെ നല്ലപോലെ വറുത്തെടുത്താൽ അറിയാമല്ലോ, മുള്ളൊന്നും അങ്ങനെ ആരും കളയാറില്ല. കഴിവിൻ്റെ പരമാവധി എല്ലാവരും ചവച്ചരച്ചത്. എൻ്റെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മുള്ള് നീക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, ഒരല്പം പുളി ചേർത്ത് കൊടുക്കാം, പിഴിപുളി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ചമ്മന്തിക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അടിപൊളി മത്തി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഒരുപാട് അരഞ്ഞു പോരുത് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനൊരു ചമ്മന്തിയാണ്. ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ. അപ്പോൾ എല്ലാവരും മഴയൊക്കെയാണ്, സേഫായിട്ടൊക്കെ ഇരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.